ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഞാനിന്ന് വന്നിട്ടുള്ളത് മധുരം ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമില്ലാത്തവർക്ക് ഒരുപോലെ കഴിക്കാൻ പറ്റിയ ഒരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. ഇതിൽ പഞ്ചസാരയോ ശർക്കരയോ മധുരം ഒന്നും ചേർത്തിട്ടില്ല. വളരെ ടേസ്റ്റിയും സോഫ്റ്റും ആയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണിത്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ നമുക്ക് ഈ ഉണ്ണിയപ്പം തയ്യാറാക്കുന്നതാണ്. വളരെ സോഫ്റ്റായിട്ടും ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ണിയപ്പമാണ്. എല്ലാവരും എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് ഒന്ന് സപ്പോർട്ട് കൂടി തരിക. അതിനായിട്ട് ഒരു ബൗളെടുത്ത് അതിലേക്ക് ഞാൻ 3/4 കപ്പ് ഇത് അരിപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത്, അതായത് പത്തിരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്കൊരു 1/4 കപ്പ് റവ ചേർത്തിട്ടുണ്ട്. റവ നിർബന്ധമില്ല, ഇത് അരിപ്പൊടി മാത്രം ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി. പിന്നെ ഒരു മീഡിയം സൈസ് സവാള ചോപ്പ് ചെയ്തത്, പിന്നെ ഒരു 1/4 കപ്പ് തേങ്ങ ചിരകിയത്, പിന്നെ ഒരു മുട്ട ചേർത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് 1 ഇഞ്ച് വലിപ്പത്തിലുള്ള ഒരു ഇഞ്ചി ചെറുതായി ചോപ്പ് ചെയ്തത്, പിന്നെ 2 പച്ചമുളക് ചെറുതായി നുറുക്കിയത്, പിന്നെ കുറച്ച് കറിവേപ്പില ചെറുതായി നുറുക്കിയത്, പിന്നെ ചെറിയ ജീരകം 1 ടീസ്പൂണോളം ഒന്ന് കൈ കൊണ്ടൊന്ന് ഞരടി ചേർത്താൽ അത്രയും നല്ലത്. പിന്നെ ഉപ്പ് ആവശ്യത്തിന്, പിന്നെ 1/4 ടീസ്പൂണോളം സോഡാപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇത്രയും നന്നായിട്ടൊന്ന് സ്പൂൺ വെച്ചൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് യോജിപ്പിച്ചെടുക്കാം. പിന്നെ ഒരു 3/4 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അത് ഒന്നിച്ചൊഴിക്കേണ്ട, കുറേശ്ശായിട്ട് ഒഴിച്ച് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു തിക്ക് ബാറ്ററായിട്ട്, നമ്മുടെ ഉണ്ണിയപ്പത്തിനൊക്കെ ഉണ്ടാക്കുന്ന ബാറ്റർ അറിയില്ല, അത്ര വെള്ളം കൂടി പോകരുത്, ഒരു തിക്ക് ബാറ്ററായിട്ട് ഇതേപോലെ എടുത്തിട്ടുണ്ട്. പിന്നെ അരിപ്പൊടി അനുസരിച്ച് വെള്ളം അളവ് കൂടുകയും കുറയുകയൊക്കെ ചെയ്യും. പിന്നെ ഇത് അടച്ച് ഒരു 15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. 15 മിനിറ്റിന് ശേഷം എടുത്തതാണിത്. കണ്ടില്ലേ, റവയൊക്കെ ഒന്ന് കുതിർന്ന് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ കൺസിസ്റ്റൻസിയിൽ വേണം ഇരിക്കാനുള്ളത് ബാറ്റർ. പിന്നെ ഞാൻ ഉണ്ണിയപ്പം ചട്ടി വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിന്ന് ചൂടായി വരുമ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിതാ ഇത് കുറേശ്ശെ സ്പൂൺ വെച്ച് കോരി ഒഴിച്ച് നമുക്ക് ഉണ്ണിയപ്പം ചുട്ടെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം കുക്ക് ചെയ്യാനുള്ളത്, ഫ്രൈ ചെയ്തെടുക്കാനുള്ളത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഉണ്ണിയപ്പമാണിത്. പഞ്ചസാര ഉപയോഗിക്കാൻ പറ്റാത്തവർക്കൊക്കെ കഴിക്കാൻ പറ്റിയൊരു ഉണ്ണിയപ്പമാണിത്. ഷുഗർ ഇഷ്ടമുള്ളവർക്ക് ഈ ഉണ്ണിയപ്പം വളരെ ഇഷ്ടപ്പെടും. ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഉണ്ണിയപ്പമാണിത്. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആ ബെൽ ബട്ടണിലൂടെ പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോയുടെ എല്ലാം നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. ഓൾ എന്ന ഓപ്ഷനിലൂടെ ക്ലിക്ക് ചെയ്യുക. ഞാൻ ഒത്തിരി ഈവനിങ് സ്നാക്സിൻ്റെയും ബ്രേക്ക്ഫാസ്റ്റിൻ്റെയൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്, എല്ലാവരും ഒന്ന് കാണുക. ഇതൊരു ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇനി അടുത്ത അതേപോലെ നമുക്ക് അടുത്തതും കൂടെ നമുക്കിതേപോലെ ഒഴിച്ച് ചുട്ടെടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിന്, ഒത്തിരി ഇഷ്ടപ്പെടും എല്ലാവർക്കും. ഇത് റെഡിയായി വന്നിട്ടുണ്ട്, നമുക്കിത് മാറ്റാം. നമ്മളെ വീട്ടിലുള്ള ചേരുവ വെച്ച് തന്നെ നമുക്കിത് തയ്യാറാക്കാവുന്നതാണ്. കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഏറെ ഇഷ്ടപ്പെടും. ഇത് നമ്മളെ ഉണ്ണിയപ്പം ഇല്ലാതെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഉണ്ണിയപ്പമാണിത്. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും താങ്ക് യു ഫോർ വാച്ചിങ്. Bye.